ഹലോ അർപ്പിത് ഒഡിബിൾ ആണോ? ഹലോ. ഓക്കെ. സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. So all of you join fast.
So good morning all. We can start the class. Okay. So last class we have studied about CPU scheduler. Right? CPU scheduler. What is the function of CPU scheduler? How decisions takes place. Okay. Scheduling is of two types, preemptive and non-preemptive. And what are the conditions of preemptive and non-preemptive? So 1 and 4 are non-preemptive, 2 and 3 are preemptive. So you have to study the difference between preemptive and non-preemptive. Okay. Next, there is another module. Okay. CPU scheduling le വരുന്ന next ഒരു module ആണ് dispatcher. Okay. Dispatcher is the module that gives control of the CPU to the process selected. Okay. അതായത് ഡിസ്പാച്ചർ ആണ് എന്ത് ചെയ്യുന്നത് സി പി യുവിന്റെ കൺട്രോൾ കൊടുക്കുന്നത്. സി പി യു ഷെഡ്യൂളിംഗ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് സെലക്ട്സ് എ പ്രോസസ് അല്ലെ, ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് എന്ത് ഷോർട്ട് ടേം ഷെഡ്യൂളർ ചെയ്യുന്നത്. ഷോർട്ട് ടേം ഷെഡ്യൂളർ ഓർ സി പി യു ഷെഡ്യൂളർ എന്താ ചെയ്യണേ? ഇറ്റ് സെലക്ട്സ് എ പ്രോസസ് ഫ്രം റെഡി ക്യൂ. ഓക്കെ. ഇനി സി പി യുന് എന്ത് ചെയ്യുക? സി പി യുന് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുക. സി പി യുവിന്റെ കൺട്രോള് ആ പ്രോസസ് സെലക്ട് ചെയ്ത പ്രോസസ്സിന് കൊടുക്കുക. ഓക്കെ. ഗിവ് ദ കൺട്രോൾ ഓഫ് സി പി യു ടു ദ പ്രോസസ്. ഓക്കെ. ദാറ്റ് ഈസ് ഡൺ ബൈ ഡിസ്പാച്ചർ. Okay, dispatcher is actually a module. ഒരു module ആണ്, ഒരു function module ആണ്. It gives the control of CPU to the selected process. Okay, ആരാണ് പ്രോസസ്സിനെ സെലക്ട് ചെയ്തത്? ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഓക്കെ. അപ്പോൾ ഷോർട്ട് ടേം ഷെഡ്യൂളർ സെലക്ട് ചെയ്ത പ്രോസസ്സിന് സി പി യു കൺട്രോൾ കൊടുക്കുക. ദാറ്റ് ഈസ് ഡൺ ബൈ ഡിസ്പാച്ചർ. Okay, so there are different functions, that is switching context. Context switching is there. Switching to user mode. നമുക്കറിയാം user mode, kernel mode ഉണ്ട്. So switching to user mode, then jumping to the proper location in the user program to restart the program. So ഇങ്ങനെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കോളും? ഡിസ്പാച്ചർ നോക്കിക്കോളും. ഓക്കെ. അതാണ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞ മോഡ്യൂൾ. അതും ഒരു ഒ എസിന്റെ ഇതിൽ വരുന്ന മോഡ്യൂളാണ്. സി പി യു ഷെഡ്യൂളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞ മോഡ്യൂൾ. ഓക്കെ. ഈ മൊഡ്യൂളാണ് സെലക്ട് ചെയ്ത പ്രോസസ്സിന് എന്ത് ചെയ്യുന്നത്? സി പി യു കൺട്രോൾ കൊടുക്കുന്നത്. ആൻഡ് അതിന്റെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈസ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഉണ്ട്, ദെൻ യൂസർ മോഡ്, സ്വിച്ചിങ് ടു യൂസർ മോഡിലോട്ട് പോവാം. പിന്നെ എവിടെയെങ്കിലും നമ്മളൊരു പ്രോഗ്രാമിൽ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷൻസ് ജമ്പ് ചെയ്യേണ്ടി വരും. ഓരോ ലൊക്കേഷൻ, ഓക്കെ, പ്രോപ്പർ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കോളും? ഡിസ്പാച്ചർ. ഓക്കെ. ഡിസ്പാച്ചർ ഷുഡ് ബി വെരി ഫാസ്റ്റ്. ഓക്കെ. അപ്പോൾ എന്താണ്, ഓരോ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിലും ഡിസ്പാച്ചർ ആണ് നോക്കുന്നത്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇഫ് അനദർ പ്രോസസ് കംസ്, എന്താണ്, സ്വിച്ച് ചെയ്തിട്ട് ആ പ്രോസസ്സിന് കൊടുക്കണം സി പി യുവിനെ. സോ ആ സ്വിച്ചിങ് നോക്കുന്നത് ആരാണ്? ഡിസ്പാച്ചർ ആണ്. ഓക്കെ. ഷെഡ്യൂളർ, ഈ സി പി യു ഷെഡ്യൂളർ എന്തേ ചെയ്യുന്നുള്ളൂ? ഇറ്റ് സെലക്ട്സ് എ പ്രോസസ്. നെക്സ്റ്റ് പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ റെഡി ക്യൂ എന്ന്. ഓക്കെ. അവർക്ക് വേണ്ടിയിട്ടുള്ള കൺട്രോളും അതുപോലെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഹെൽപ്പിംഗ് ആരാണ്? ഡിസ്പാച്ചർ ആണ്. ഓക്കെ. ഡിസ്പാച്ചർ മോഡ്യൂൾ. ഓക്കെ. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്, യൂസർ മോഡ് സ്വിച്ചിങ്, ദെൻ ജമ്പിങ് ടു പ്രോപ്പർ ലൊക്കേഷൻ ഇൻ ദ പ്രോഗ്രാം. ഓക്കെ. ടു റീസ്റ്റാർട്ട് ദ പ്രോഗ്രാം. കാരണം എന്താ, നമ്മൾ സ്വിച്ച് ചെയ്തു. ഓക്കെ. P2ലേക്ക് സ്വിച്ച് ചെയ്തു. സോ P2 സ്റ്റാർട്ട് ചെയ്തു, P2 വർക്ക് ചെയ്യാൻ തുടങ്ങി. ദെൻ P2 സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും P1ലോട്ട് സ്വിച്ച് ചെയ്തു. സോ യു ഹാവ് ടു വർക്ക് ഫ്രം എന്താണ് പ്രീവിയസ് ആയിട്ട് എവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അവിടുന്ന് വർക്ക് ചെയ്യണം. ഓക്കെ. സോ ആ കാര്യങ്ങളൊക്കെ, ആ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്താണ്? ഡിസ്പാച്ചർ ആണ് നോക്കുന്നത്. ഓക്കെ. സോ വാട്ട് ഈസ് ഡിസ്പാച്ച് ലാറ്റൻസി? Dispatch latency means time the dispatcher takes to stop one process and start another running. ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് റൺ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് ലാറ്റൻസി, ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ. ഡിസ്പാച്ചർ ഫാസ്റ്റ് ആയിരിക്കണം, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഷുഡ് ബി വെരി ഫാസ്റ്റ്. ആൻഡ് വാട്ട് ഈസ് ഡിസ്പാച്ച് ലാറ്റൻസി മീൻസ് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ, ഓക്കെ, ഫോർ ദ ഡിസ്പാച്ചർ ടു സ്റ്റോപ്പ് വൺ പ്രോസസ് ആൻഡ് സ്റ്റാർട്ട് അനദർ. ഓക്കെ. ഒരാളെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ആള് നമുക്ക് കോണ്ടാക്ട് സ്വിച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ആള് റൺ ചെയ്യിപ്പിക്കണം. സോ ദാറ്റ് ടൈം, ആ ടൈം ഗ്യാപ്പ് ആണ് എന്ത്? ഡിസ്പാച്ച് ലാറ്റൻസി. ഓക്കെ. ഡിസ്പാച്ച് ലാറ്റൻസി. സോ ഡിസ്പാച്ചർ ഇസ് എ മോഡ്യൂൾ. ഓക്കെ. ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പാച്ചറിന്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ഫംഗ്ഷൻസ് ആണുള്ളത്? കാരണം ഫസ്റ്റ് ഡെഫിനിഷൻ, ദെൻ അതിന്റെ ഫംഗ്ഷൻസ്, ദെൻ വാട്ട് ഈസ് ഡിസ്പാച്ച് ലാറ്റൻസി. ഓക്കെ. അതാണ് ഡിസ്പാച്ചർ എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട്. ഓക്കെ. ഒരു 3 മാർക്സിനൊക്കെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. ഡിസ്പാച്ചർ എന്താണെന്നുള്ളത്. ജസ്റ്റ് ഡെഫിനിഷൻ, ഫംഗ്ഷൻ ആൻഡ് ദ വേർഡ് ഡിസ്പാച്ച് ലാറ്റൻസി. ഓക്കെ. ഒരാളെ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സിനെ റൺ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ലാറ്റൻസി. ഇവരാണ് സി പി യുവിന്റെ കൺട്രോള്
പ്രോസസ്സിന് കൊടുക്കുക. അപ്പൊ അതുപോലെ തന്നെ ഡിസ്പാച്ചർ ആണ് കോണ്ടാക്ട് സ്വിച്ചിങ്ങും യൂസർ മോഡിലോട്ടുള്ള സ്വിച്ചിങ്ങും. അതുപോലെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ലൊക്കേഷൻ ജമ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്പാച്ചർ ആണ് ചെക്ക് ചെയ്യുക. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. ഓക്കെ, വാട്ട് ആർ ദ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ? നമുക്കറിയാം വി ഹാവ് ഡിഫറെൻറ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഓക്കെ, ഡിഫറെൻറ്റ് അൽഗോരിതം ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ വി ഹാവ് ടു ചൂസ് എ ബെസ്റ്റ് അൽഗോരിതം. ഓക്കെ, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളൊരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ഫാസ്റ്റ് റെസ്പോൺസ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ അതിന് സ്യൂട്ട് ആയിട്ടുള്ള അൽഗോരിതം യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോരിതം വിത്ത് വാരി എന്താ പറയുക ടെക്നിക്സ് ആണ്. സോ വി ഹാവ് ടു ചൂസ് ദ ബെസ്റ്റ്. ഓക്കെ, സോ വാട്ട് ഓൾ ആർ ദ ക്രൈറ്റീരിയ ഫോർ കമ്പയറിംഗ് CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം? ഓക്കെ, ഒരു CPU ഷെഡ്യൂളിംഗ് ബെസ്റ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദർ ആർ സം ക്രൈറ്റീരിയ. ഓക്കെ, ദീസ് ആർ ദ ക്രൈറ്റീരിയ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ തീരുമാനിക്കുന്നത് വിച്ച് ഇസ് ദ ബെസ്റ്റ് algorithm for the situation. Okay, so CPU scheduling criteria means first one is CPU utilization. What is CPU utilization? Keep the CPU busy as busy as possible. എപ്പോഴും എന്ത് ചെയ്യുക, CPU-നെ ബിസി ആക്കി വെക്കുക. ദാറ്റ് ഈസ് മാക്സിമം യൂട്ടിലൈസേഷൻ. അതാണ് CPU യൂട്ടിലൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. CPU should not be idle, it should work. Okay, it should be busy as possible. Okay, so normally ഒരു ലൈറ്റ് ലോഡഡ് സിസ്റ്റം ആണെങ്കിൽ 40% യൂട്ടിലൈസേഷൻ ആണ് പറയുന്നത് തിയററ്റിക്കലി. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ഹെവിലി ലോഡഡ് സിസ്റ്റം ഇറ്റ് ഇസ് 90% ഓഫ് CPU യൂട്ടിലൈസേഷൻ. ഓക്കെ, ലൈറ്റ് വെയ്റ്റ് മെഷീൻ ആണെങ്കിൽ ലൈറ്റ് ലോഡഡ് സിസ്റ്റം ആണെങ്കിൽ 40%, ദെൻ ഹെവിലി ലോഡഡ് സിസ്റ്റം ആണെങ്കിൽ 90% CPU യൂട്ടിലൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, that is CPU utilization. Then throughput, it is a measure. Okay, it is the measure of number of process that complete their execution per unit time. Okay, എത്ര പ്രോസസ് ആണ് ഒരു ടൈം യൂണിറ്റിൽ കംപ്ലീറ്റ് ആവുന്നത്, അതാണ് ത്രൂപുട്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ മെഷർ. എത്ര വർക്ക് ചെയ്തു, അതാണ് ത്രൂപുട്ട്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോസസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, പെർ ടൈം യൂണിറ്റ്, ദാറ്റ് ഈസ് ത്രൂപുട്ട്. Okay, that is a criteria. Then turnaround time is the amount of time to execute a particular process. ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ഓക്കെ, ടൈം ഓഫ് സബ്മിഷൻ ഓഫ് എ പ്രോസസ് ടു ദ ടൈം ഓഫ് കംപ്ലീഷൻ, ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഒരു പ്രോസസ്സ് അത് മെമ്മറിയിലെത്തി, മെമ്മറിയിൽ നിന്ന് അത് വെയിറ്റ് ചെയ്തു റെഡി ക്യൂല്, ദെൻ അതിന് എക്സിക്യൂഷൻ കൊടുത്തു, ദെൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സോ ആ ടോട്ടൽ ടൈം ഇസ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, ടോട്ടൽ ടൈം ഫോർ എക്സിക്യൂഷൻ, മെമ്മറിയിൽ വന്നത് മുതൽ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നവരെയുള്ള ടൈമിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈസ് വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം മീൻസ് as that word indicates, amount of time a process has been waiting in the ready queue. Okay, എത്ര ടൈം ആണ് ദാറ്റ് പ്രോസസ് ഇസ് വെയിറ്റിംഗ് ഇൻ റെഡി ക്യൂ. ഓക്കെ, റെഡി ക്യൂലായിരിക്കും ഉണ്ടാവുക. സോ ആ റെഡി ക്യൂവിൽ നിൽക്കുന്ന ടൈം, അതാണ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, ദെൻ റെസ്പോൺസ് ടൈം എന്താണ്, എമൗണ്ട് ഓഫ് ടൈം ഇറ്റ് ടേക്സ് വെൻ a request was submitted until the first response is produced. Okay, ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിന്റെ റെസ്പോൺസ് കിട്ടാനുള്ള ടൈം, ഇറ്റ് ഇസ് നോട്ട് ഔട്ട്പുട്ട്. ഓക്കെ, റെസ്പോൺസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അല്ല. ആ ഒരു പ്രോഗ്രാമിൽ അതിലെ ഒരു പ്രോസസ്സ് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് റെസ്പോൺസ് ടൈം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടുന്ന ടൈം അല്ല, പ്രോസസ്സിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നതല്ല, അല്ലാതെ പ്രോസസ്സ് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് കിട്ടുന്ന ടൈം, അതാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ക്രൈറ്റീരിയ. ഓക്കെ, ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കാനുള്ള പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൈം. സോ ഈ 5 ക്രൈറ്റീരിയ ആണ് നമ്മൾ എന്ത് ചെയ്യണത്, വെദർ an algorithm is best or not, we decide. Okay, first is CPU utilization, very important ആണ്. Keep the CPU as busy as possible. Okay, CPU-നെ ബിസി ആക്കി വെക്കുക, കണ്ടിന്യൂസ് ആയിട്ട് CPU വർക്ക് ചെയ്യണം. Then throughput, it is a measure, number of process that are completed, okay, per unit time, that is
throughput. Then turnaround time, amount of time to execute a particular process. ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം. Then waiting time. Waiting time means amount of time a process has been waiting in the ready queue. Okay, ready queue എത്ര നേരമായിട്ടാണോ അവർ നിൽക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത്, that is waiting time. Then response. Okay, when a request is given, then corresponding ആയിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കും. ഇറ്റ് ഇസ് നോട്ട് ഫൈനൽ ഔട്ട്പുട്ട് അല്ല, അല്ലാതെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് റെസ്പോൺസ് കൊടുക്കുന്ന ആ ടൈം ഗ്യാപ്പ്, ദാറ്റ് ഈസ് റെസ്പോൺസ് ടൈം. ഓക്കെ, ഇതാണ് എന്ത് ബേസിക് ആയിട്ട് വരുന്ന ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. വെരി ഇമ്പോർട്ടൻറ്റ്, ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ ചോദിക്കും. ഓക്കെ, സോ പോയിന്റ് ബൈ പോയിന്റ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ജസ്റ്റ് തിയറി ആണ്, നോ ഫിഗേഴ്സ്. ഈ പോയിന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഓക്കെ, ദിസ് ഈസ് ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. ക്ലിയർ ആണോ? Why you are using scheduling criteria? To decide which algorithm is best. Okay, which is best for which situation. ഒരു സിറ്റുവേഷനിൽ ഏറ്റവും, അതായത് ഇപ്പോൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ആ സിറ്റുവേഷൻ ബെസ്റ്റ് ആയിട്ടുള്ള അൽഗോരിതം ഏതാണ്? സോ അത് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ ക്ലിയർ ആണോ? ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ, പ്ലീസ് മെസ്സേജ്. ക്ലിയർ ആണോ? ആശിഷ്, ഐശ്വര്യ, അമൽ, അനിരുദ്ധ്, അർപ്പിത്, ഋതുൽ, ജരീഷ്, നന്ദ, ഋഷികേശ്, ഋതിക്, തുളസി, യാദവ്. Okay. So next, so we have studied the criteria. Okay, 5 criteria. So for optimization, okay, for best algorithm, how should this criteria be? That is maximum CPU utilization, maximum throughput, minimum turnaround time. അതായത് എക്സിക്യൂഷൻ എടുക്കുന്ന ടൈം കുറവായിരിക്കണം, വേഗം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. സോ എന്താണ് മിനിമം ടേൺ അറൗണ്ട് ടൈം. അതുപോലെ വെയിറ്റിംഗ് ടൈം ഓൾസോ ഇറ്റ് ഷുഡ് ബി ലെസ്. ഓക്കെ, മിനിമം വെയിറ്റിംഗ് ടൈം, വെയിറ്റ് ചെയ്യാതെ വേഗം എന്ത് ചെയ്യാൻ പറ്റണം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ആൻഡ് റെസ്പോൺസ് ടൈം എന്താണ്, ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് റെസ്പോൺസ് കിട്ടാനുള്ള ടൈമാണ്, അത് കൂടുതലാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി മിനിമം, വേഗം റെസ്പോൺസ് കിട്ടണം. So for a best algorithm, this should be the optimization criteria. Okay, these are the general criteria, and for a best algorithm, scheduling algorithm, CPU utilization maximum, throughput maximum, turnaround time ഒക്കെ എപ്പോഴും എന്തായിരിക്കണം, logic is that time should be always less, minimum ആയിരിക്കണം. Turnaround time minimum, waiting time minimum, response time minimum. Okay, then you can consider that algorithm as the best algorithm. Okay, these are the optimization criteria. So same criteria, but how, if it is maximum or minimum, we have to decide it. Okay, then difference between preemptive and non-preemptive scheduling. Okay, what is the difference? നമുക്കൊരു ഇതിലൊരു minimum ഒരു 5 points you have to study, that also with example itself. ഈ example must ആണ്. Okay, അപ്പോൾ പ്രീംറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, എ പ്രോസസ് ക്യാൻ ബി പ്രീംറ്റഡ് ടു എക്സിക്യൂട്ട് ഡിഫറെന്റ് പ്രോസസ് ഇൻ ദ മിഡിൽ ഓഫ് കറണ്ട്. അതായത് ഒരു പ്രോസസ്സ് ചെയ്യാണ്, സോ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോസസ്സിനെ പ്രീംറ്റ് ചെയ്തിട്ട് യു ക്യാൻ ടേക്ക് അവേ ദ CPU ഫ്രം ദാറ്റ് ആൻഡ് ഗിവൺ ടു അതർ പ്രോസസ്. അതാണ് പ്രീംറ്റീവ്. ഫോഴ്സ്ഫുള്ളി നമുക്ക് CPUവിനെ എടുക്കാം. നോൺ പ്രീംറ്റീവിൻ്റെ കേസിലാണെങ്കിൽ വൺസ് ദ പ്രോസസ് സ്റ്റാർട്ട്സ് ദ എക്സിക്യൂഷൻ, എന്താണ്, ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CPUവിനെ എടുക്കാൻ പറ്റുള്ളൂ. Okay, that process should be finished, then only you can take the CPU and give to other process. Okay, അതാണ് preemptive, non preemptive. So CPU utilization is more efficient. നോൺ പ്രീംറ്റീവിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ CPU യൂട്ടിലൈസേഷൻ എഫിഷ്യൻ്റ് ആണ്. കാരണം സപ്പോസ് ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യാണ്, അതിൻ്റെ ഇടയിൽ ഒരു സ്മോൾ പ്രോസസ്സ് വന്നു. ഓക്കെ, സോ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, പ്രീംറ്റ് ചെയ്തിട്ട് ആ സ്മോൾ പ്രോസസ്സ് വർക്ക് ചെയ്യിപ്പിക്കാം. സോ ദാറ്റ് വിൽ ബി ഫിനിഷ്ഡ്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾഡ് നേരത്തെ ചെയ്ത പ്രോസസ്സ് ഏതാണോ അത് തന്നെ വർക്ക് ചെയ്യിപ്പിക്കാം. സോ CPU യൂട്ടിലൈസേഷൻ ഇവിടെ എഫിഷ്യൻ്റ് ആണ്, ഇവിടെ ലെസ് എഫിഷ്യൻ്റ് ആണ്. സോ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം ടിൽ ദാറ്റ് പ്രോസസ് ഫിനിഷ്. ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്തിട്ട് അടുത്ത് തുടങ്ങുള്ളൂ. സോ അവിടെ യൂട്ടിലൈസേഷൻ എന്താണ്, ലെസ് എഫിഷ്യൻ്റ് ആണ്. ദെൻ വെയിറ്റിംഗ് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം ഓഫ് പ്രീംറ്റീവ് ഷെഡ്യൂളിംഗ് ഇസ് ലെസ് കമ്പയർഡ് ടു നോൺ പ്രീംറ്റീവ്. നോൺ പ്രീംറ്റീവിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ടൈം കുറച്ചും കൂടെ ലെസ് ആണ്. ഓക്കെ, then preemptive scheduling is prioritized. Okay, prioritized means
പ്രോസസ് വിൽ ബി ഗിവൺ എ പ്രയോറിറ്റി, ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാവും പ്രോസസ്സിന്. അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ദാറ്റ് വിൽ ബി നമുക്ക് കുറച്ച് പിന്നെ പഠിക്കാം. ഓക്കെ, ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ ഹിയർ അങ്ങനെ എന്ത് ചെയ്യില്ല, പ്രയോറിറ്റൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാൾ റണ്ണിങ് സ്റ്റേറ്റിലാണെങ്കിൽ എന്താണ്, ഷെഡ്യൂളർ എന്ത് ചെയ്യും, ആ റണ്ണിങ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ജോബ് കംപ്ലീറ്റ് ആയിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. ദ ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോസസ്സിന് ഫസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, ദെൻ ഇറ്റ് ഇസ് മോർ ഫ്ലെക്സിബിൾ, ഇറ്റ് ഇസ് നോട്ട് ഫ്ലെക്സിബിൾ, അതായത് റിജിഡ് ആണ് കുറച്ചും കൂടെ. കാരണം നമുക്ക് അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ എക്സാമ്പിൾ, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, അതൊരു അൽഗോരിതാണ്. ഓക്കെ, ദെൻ റൗണ്ട് റോബിൻ, ഇത് രണ്ടുമാണ് എക്സാമ്പിൾ. ഇവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഇവിടെ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആണ്. ഇത് രണ്ടും രണ്ട് അൽഗോരിതാണ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ദെൻ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. യു ഹാവ് ടു സ്റ്റഡി ദിസ്. ഓക്കെ, ഇത് പഠിക്കാനുണ്ട്. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ഇവിടെ ഉണ്ട്. ദെൻ ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പ്രീംഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരു റീഷെഡ്യൂളിംഗ് ഇല്ല. ഓക്കെ, ഇവിടെ എന്താണ്, CPUs അലോക്കേറ്റഡ് ടു എ പ്രോസസ് ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ് ആണ്. ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സിന് കൊടുക്കാൻ പറ്റും. നോൺ പ്രീംറ്റീവിന്റെ കേസിലാണെങ്കിൽ അണ്ടിൽ ദാറ്റ് പ്രോസസ് ടെർമിനേറ്റ് ആവുന്നവരെ CPU ഇസ് അലോക്കേറ്റഡ്. ഇവിടെ നമുക്ക് CPUനെ മാറി, അതാണ് പ്രീംറ്റീവിന്റെ ഡെഫിനേഷൻ തന്നെയാണ്, ജസ്റ്റ് സെയിം ഡെഫിനേഷൻ ആണ്. നമുക്ക് CPUനെ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും ഇവിടെ പ്രീംറ്റീവില്. നോൺ പ്രീംറ്റീവിന്റെ കേസിൽ ടിൽ ഇറ്റ് ഫിനിഷസ്, ടിൽ ദാറ്റ് പ്രോസസ് ഫിനിഷസ് യു കാൺ ഡു എനിത്തിങ്. ഓക്കെ, ദെൻ ഇവിടെ എന്തുണ്ട്, നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ട് ഒരു പ്രോസസ്സിന് CPUനെ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കണം. സോ ദാർ ഓവർ ഹെഡ് കൂടുതലായിരിക്കും പ്രീംറ്റീവില്. നോൺ പ്രീംറ്റീവിന്റെ കേസിൽ ലെസ് ഓവർ ഹെഡ്. എവിടെയാണോ പ്രോസസ്സിനെ നിങ്ങൾ പ്രീം ചെയ്ത് ഒരു പ്രോസസ്സിന് CPUനെ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നത്, എപ്പോഴും അവിടെ എന്താണ്, ഓവർ ഹെഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരാളുടെ അടുക്കുന്ന വാങ്ങിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ദർ വിൽ ബി ഓവർ ഹെഡ്. നോൺ പ്രീംറ്റീവിന്റെ കേസിൽ എന്താ, വെൻ എ പ്രോസസ് ഫിനിഷസ്, ഓക്കെ ടെർമിനേറ്റ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, CPUനെ വേറൊരാൾക്ക് കൊടുക്കുന്നത്. സോ ദർ ഇസ് നോട്ട് മച്ച് ഓവർ ഹെഡ്. ഓക്കെ, ഒരാൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ആയതുകൊണ്ട് അത്ര ഓവർ ഹെഡ് വരില്ല. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ആണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് പ്രീംറ്റീവിന്റെ കേസിൽ. സോ എന്താണ്, അവിടെ ഓവർ ഹെഡ് വരും. സോ ഇതിൻ്റെ അകത്ത് മിനിമം ഒരു 5 പോയിന്റ്സും അതുപോലെ ഒരു എക്സാമ്പിൾസും ആയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പ്രീംറ്റീവ് ആൻഡ് നോൺ പ്രീംറ്റീവ് ഡിഫറൻസ് ചോദിക്കാം. ഓക്കെ, അതാണ് പ്രീംറ്റീവ് ആൻഡ് നോൺ പ്രീംറ്റീവ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോയിന്റ് മാത്രം ഓർത്താൽ മതി. പ്രീംറ്റീവ് മീൻസ് ഫോഴ്സ്ഫുള്ളി നമുക്ക് എടുക്കാൻ പറ്റണം. ഫോഴ്സ്ഫുള്ളി എന്ന് പറഞ്ഞ വേർഡ് യു ഷുഡ് നോട്ട് റൈറ്റ് ഇൻ എക്സാം, ബട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഫോഴ്സ്ഫുള്ളി നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രീംറ്റീവ്, CPUനെ ഒരാൾ എടുക്കുന്ന CPUനെ ഫോഴ്സ്ഫുള്ളി നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രീംറ്റീവ്. നോൺ പ്രീംറ്റീവിന്റെ കേസിൽ യു കനോട്ട് ഡു ദാറ്റ്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CPUനെ വേറൊരാൾക്ക് ഡിസ്പാച്ചറിന് കൊടുക്കാൻ പറ്റുള്ളൂ, വേറൊരു പ്രോസസ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഡിഫറൻസ് മാത്രം ഓർത്താൽ മതി. പിന്നെ കോമൺ പോയിന്റ്സ്, എഫിഷ്യൻസി, റെസ്പോൺസ് ടൈം, ദെൻ എന്താണ് CPU അലോക്കേഷൻ, ദെൻ ഓവർ ഹെഡ്. ആ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ പ്ലീസ് മെസ്സേജ്. ഫാത്തിമ, റംഷാദ, ഫസ്ന, ലിയാന, മിഥുൻ, നിഹാൽ, നാസിഫ്, സാലി, നബീൽ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമുക്ക്. ബിഫോർ നോയിങ് ദിസ് അൽഗോരിതം പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ടു നോ ദിസ് വൺ. ഓക്കെ, ഈ വേർഡ്സ് ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ദിസ് ഷുഡ് ബി ബൈ ഹാർട്ട്. ഓക്കെ, ബൈ ഹാർട്ട് ആയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ബേസ്റ്റ് ടൈം. ഓക്കെ, വാട്ട് ഇസ് ബേസ്റ്റ് ടൈം ഓർ BT? ഇറ്റ് വിൽ ബി ഗിവൺ ആസ് BT or CPU ടൈം or ബേസ്റ്റ് ടൈം. ഓക്കെ, ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോസസ്. ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ബേസ്റ്റ് ടൈം. സോ ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് വിൽ ബി ഐദർ BT or CPU ടൈം or ബേസ്റ്റ് ടൈം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും തരാം. ഓക്കെ, ടൈം റിക്വയർഡ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അറൈവൽ ടൈം.
അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഈ പ്രോസസ്സ് റെഡി ക്യൂവിൽ വരുന്നത്, ജോബ് ക്യൂന്ന് റെഡി ക്യൂയിലേക്ക് വരുന്നത്, ആ ടൈമാണ് എന്ത് അറൈവൽ ടൈം. ഓക്കെ, ടൈം വെൻ ദ പ്രോസസ് അറൈവ് അറ്റ് റെഡി ക്യൂ. എവിടുന്നാ വരുന്നത്? ഫ്രം ജോബ് ക്യൂ. ഓക്കെ, അതാണ് അറൈവൽ ടൈം. അതർവൈസ് AT വിൽ ബി ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ഓക്കെ, AT. ഓക്കെ, ദെൻ കംപ്ലീഷൻ ടൈം. കംപ്ലീഷൻ ടൈം എന്താണ്? വെൻ ദ പ്രോസസ് കംപ്ലീറ്റ് ദ എക്സിക്യൂഷൻ. ഓക്കെ, പ്രോസസ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം ഈസ് ടൈം വെൻ ദ പ്രോസസ് അറൈവ്സ് അറ്റ് ദ റെഡി ക്യൂ ടു ദ ടൈം ഇറ്റ് കംപ്ലീറ്റ്സ് ദ എക്സിക്യൂഷൻ. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈമാണ്. റെഡി ക്യൂവിൽ എത്തിയത് മുതൽ കംപ്ലീഷൻ എടുക്കുന്നവരെയുള്ള ആ ഒരു ഡ്യൂറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേൺ അറൗണ്ട് ടൈം. സോ അതിന്റെ ഇക്വേഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. TAT ഈക്വൽ ടു ടേൺ അറൗണ്ട് ടൈം ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. ഓക്കെ, കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണ് എന്ത്? ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, ദെൻ വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ടൈം. ഓക്കെ, ഓൾറെഡി വി ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന ടൈം. സോ വെയിറ്റിംഗ് ടൈം ഈക്വൽ ടു ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ, അതാണ് എന്ത്? വെയിറ്റിംഗ് ടൈം. ദീസ് ഇക്വേഷൻസ് ആൻഡ് കീവേഡ്സ് മസ്റ്റ് ബി നോൺ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രാമും അതുപോലെ പ്രോബ്ലം, ഓക്കെ, പ്രോബ്ലം ചോദിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്മോൾ എക്സാമ്പിൾ പറയാം. അപ്പം ഒരു സ്റ്റുഡൻറ്റ്, ഓക്കെ, 10 AM ഓക്കെ, ഇത് ശ്രദ്ധിച്ചോളൂ, 10 മണിക്ക്, ഓക്കെ, 10 AM ഹി റീച്ചസ് ദ കോളേജ്. ഓക്കെ, 10 AM and he leaves the college at 5 PM. Okay, he leaves the college at 5 PM. So ഈ 10 AM എന്ന് പറയുന്നതാണ് അറൈവൽ ടൈം. കോളേജിലോട്ട് എത്തിയ ടൈം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ അറൈവൽ ടൈം. ഓക്കെ, 10 AM ആണ് അറൈവൽ ടൈം. ഓക്കെ, ദെൻ ദ ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ എന്താണ്? 10 AM to 5 PM അല്ലെ? 10 AM to 5 PM ആണ് ഡ്യൂറേഷൻ. സോ അതിൻ്റെ ഇടയിൽ എത്ര ടൈം വന്നു? ഡ്യൂറേഷൻ പറഞ്ഞേ. ഡ്യൂറേഷൻ എത്ര അവേഴ്സാ? 10 to 5 എന്ന് പറയുന്നത് എത്ര അവേഴ്സാ? വാട്ട് ഇസ് ദ ഡ്യൂറേഷൻ? മെസ്സേജ് മീ. ഒരാൾ 10 മണിക്ക് വന്നു, 5 മണിക്ക് ലീവ് ചെയ്തു. വാട്ട് ഇസ് ദ ഡ്യൂറേഷൻ? എത്രയാണ്? 7 hours അല്ലേ? അല്ലേ, 7 hours. ഓക്കെ, സപ്പോസ് അവരുടെ ബേസ്റ്റ് ടൈം, അതായത് അവര് കോളേജിൽ വന്നിട്ട് പഠിച്ച ടൈം, ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്ത ടൈം 6 hours ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ദാറ്റ് ഈസ് ദ ബേസ്റ്റ് ടൈം. ഓക്കെ, എക്സിക്യൂഷൻ എടുത്ത ടൈം അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ എടുത്ത ടൈം 6 hours. ടോട്ടൽ 7 hours ഡ്യൂറേഷൻ ആണ്. ഓക്കെ, 7 hours ഡ്യൂറേഷൻ ആണ്, ബട്ട് അതിൽ 6 hours ആണ് എന്ത്? സ്റ്റഡി ചെയ്തത്. സോ 6 hours എന്ന് പറയുന്നതാണ് ബേസ്റ്റ് ടൈം, അവർ ആ ടാസ്ക് ചെയ്യുന്നെടുക്കുന്ന ടൈം. ആൻഡ് ദ അതർ 1 hour, 6 plus 1 ആണല്ലോ 7, ദാറ്റ് 1 hour ഇസ് ദ വെയിറ്റിംഗ് ടൈം. ഓക്കെ, 1 hour ഇസ് ദ വെയിറ്റിംഗ് ടൈം. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ജനറലി പറയുന്നത്. ഓക്കെ, ഒരാൾ വന്ന ടൈം 10 AM, ദാറ്റ് ഇസ് ദ അറൈവൽ ടൈം. ഓക്കെ, ദെൻ ഹൗ മെനി അവേഴ്സ് ഹി വർക്ക്ഡ്, അതാണ് ബേസ്റ്റ് ടൈം. ഓക്കെ, ഇവിടെയാണെങ്കിൽ 6 hours എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതാണ് ബേസ്റ്റ് ടൈം. ദെൻ ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നതാണ് ടോട്ടൽ ഡ്യൂറേഷൻ, ടോട്ടൽ ഫിനിഷ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ 7 hours. അതാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഡ്യൂറേഷൻ ആണ് വരുന്നത് 7 hours. 7 hours എന്നുള്ളത് ടേൺ അറൗണ്ട് ആണ്. ഓക്കെ, അതിൽ 6 hours ആണ് ബേസ്റ്റ് ടൈം. 6 hours ആണ് ബേസ്റ്റ്, കാരണം വർക്ക് ചെയ്ത ടൈം 6 hours ആണ്. ആൻഡ് ദ 1 hour ലെഫ്റ്റ് ഔട്ട് 1 hour എന്താണ്? ഇറ്റ് ഇസ് ദ വെയിറ്റിംഗ് ടൈം. എന്തെങ്കിലും ഒരു വെയിറ്റിംഗോ അല്ലെ ബ്രേക്ക് ടൈം എന്ന് വിചാരിച്ചോ, അതാണ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, അപ്പോൾ ടേൺ അറൗണ്ട് ടൈം, നമുക്ക് വെയിറ്റിംഗ് ടൈം എങ്ങനെയാണ് കിട്ടിയത്? ടേൺ അറൗണ്ട് ടൈം 7 hours ആണ്, ബേസ്റ്റ് ടൈം എത്രയാണ്? 6. 7 minus 6 ആണ് നിങ്ങൾക്ക് 1 hour ആയിട്ട് കിട്ടിയത് വെയിറ്റിംഗ് ടൈം. നോക്കൂ, ടോട്ടലായിട്ട് 10 AM to 5 PM ടോട്ടൽ ഡ്യൂറേഷൻ 7 hours ആണ്. ദാറ്റ് ഈസ് ദ ടേൺ അറൗണ്ട് ടൈം. ആൻഡ് ബേസ്റ്റ് ടൈം, അവർ സ്റ്റഡി ചെയ്ത ടൈം അത് 6 hours ഉള്ളൂ. 7 minus 6, സോ 1 hour ലെഫ്റ്റ്. ആ 1 hour ആണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ക്ലിയർ ആണോ? ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്രോസസ്സിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്തേ. ഈ ഒരു ഇത്രയും ടൈം 5 times കമ്പൽസറി ആണ്, മസ്റ്റ് ആണ്. ഇഫ് യു നോ ദിസ് ടൈം ഓൺലി യു ക്യാൻ ഡു ദ പ്രോബ്ലം. ഓക്കെ, ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഈ 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ബേസ്റ്റ് ടൈമും അറൈവൽ ടൈം വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ,
burst and arrival time will be given in the question. Completion time you can find out using Gantt chart. ഒരു Gantt chart you have to draw. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. Then by equations TAT and WT can be find out. Okay. So നമുക്ക് എന്ത് ചെയ്യാം? Just first scheduling algorithm. Okay, very important. FCFS. First come, first serve. Okay, FCFS scheduling ആണ്. Okay, so നമുക്ക് you will be given a process, set of processes തരും. അവരുടെ burst time തരും. If arrival time is not given, arrival time തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ you can consider it as 0. Okay, 0 means എല്ലാവരും ഒരേ ടൈമിലാണ് റെഡി ക്യൂല് വന്നിട്ടുള്ളത്. Okay, അപ്പോൾ ഇവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? There are 3 process P1, P2, P3. P1 takes 24 seconds or milliseconds, whatever is the unit. Okay, 24 milliseconds to execute. Then P2 takes 3 milliseconds. P3 takes 3 milliseconds. That is the name. ഇവിടെ arrival time തന്നിട്ടില്ല. Normally arrival time തരും. If it is not given, it is considered as 0. It should be taken as 0. Okay. So നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പം എല്ലാവരും അറൈവൽ ടൈം എല്ലാവരും സെയിം ആണെങ്കിൽ, ഓക്കെ, എല്ലാവരും അറൈവൽ ടൈം സെയിം ആണെങ്കിൽ എന്താണ്, ആരാണോ ഫസ്റ്റ് വന്നിട്ടുള്ളത്, ആരാണ് P1 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ്. സോ P1 വർക്ക് ചെയ്യും, ദെൻ P2, ദെൻ P3. ഇത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഓർഡർ. ഓക്കെ, ആരാണോ ഫസ്റ്റ് ഉള്ളത്, ഫസ്റ്റ് P1 ആണ്, അത് വർക്ക് ചെയ്യും. നെക്സ്റ്റ് P2 വർക്ക് ചെയ്ത്, നെക്സ്റ്റ് P3 വർക്ക് ചെയ്യും. സിൻസ് ദ അറൈവൽ ടൈം ഈസ് 0. ഓക്കെ, അതല്ലാത്തൊരു കേസ് ഉണ്ട്. സോ അതും കൂടെ നമ്മൾ പഠിച്ചു വെക്കുക. ബിക്കോസ് എക്സാമിന് അറൈവൽ ടൈം തരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സോ ആ മെത്തേഡും കൂടെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? സി, ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ see this example. Okay, ഇവിടെ 3 പ്രോസസ് ഉണ്ട്, P1, P2, P3. അറൈവൽ ടൈം ഒക്കെ 0 ആണ് ആൻഡ് ബേസ്റ്റ് ടൈം 24, 3, 3. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡ്രോ എ ഗാണ്ട് ചാർട്ട്. ഗാണ്ട് ചാർട്ട് വരക്കണം. ദാറ്റ് ഈസ് ജസ്റ്റ് ഒരു ചാർട്ടാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 0, കാരണം അറൈവൽ ടൈം 0 ആണ്. സോ 0 വെച്ച് തുടങ്ങുക. ഫസ്റ്റ് വിച്ച് പ്രോസസ് യു ഹാവ് ടു എക്സിക്യൂട്ട്? ഫസ്റ്റ് വിച്ച് പ്രോസസ്? P1 അല്ലേ? സോ എന്ത് ചെയ്യും? P1 വർക്ക് ചെയ്യും. എത്ര ഡ്യൂറേഷനിലാണ് വർക്ക് ചെയ്യുക? 24 seconds ഓർ മില്ലി സെക്കൻഡ്സ്. ഓക്കെ, 24. സോ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? 24 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, 0 മുതൽ 24 ആ ഒരു ഡ്യൂറേഷനിൽ P1 വർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആരാ വർക്ക് ചെയ്യേണ്ടത്? മെസ്സേജ് ചെയ്യണേ. നെക്സ്റ്റ് ആരാ വർക്ക് ചെയ്യുക ആഫ്റ്റർ P1? FCFS ആണ്, 1 ഓർഡറിലാണ് വർക്ക് ചെയ്യുക. ബിക്കോസ് അറൈവൽ ടൈം ഇവിടെ 0 ആണ്. ഓക്കെ, അപ്പൊ P1 വർക്ക് ചെയ്ത് കഴിഞ്ഞു. 24 ആ ഒരു ഡ്യൂറേഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ആരാ വർക്ക് ചെയ്യുക? മെസ്സേജ് ചെയ്തേ. നെക്സ്റ്റ് വിച്ച് പ്രോസസ് വിൽ എക്സിക്യൂട്ട്? P2 or P3? P2 or P3? ഹലോ, ആരാ വർക്ക് ചെയ്യുക നെക്സ്റ്റ്? P2 ആണോ P3 ആണോ? ഓക്കെ, ഫസ്റ്റ് P1, ദെൻ P2, ദെൻ P3. ഇതേ തന്ന ഓർഡറിൽ തന്നെയാണ് FCFSൽ വർക്ക് ചെയ്യുക. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സിന് തന്ന ഓർഡർ എന്താണോ ദാറ്റ് ഓർഡർ, അതേ ഓർഡർ തന്നെയാണ് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. ഇഫ് അറൈവൽ ടൈം സെയിം, അറൈവൽ ടൈം ഡിഫറെന്റ് ആണെങ്കിൽ നമുക്കത് അപ്പം നോക്കാം. ഓക്കെ, ഇപ്പൊ അറൈവൽ ടൈം സെയിം ആണ്. സോ വന്ന ഓർഡർ എന്താണ്? ലോവസ്റ്റ് പ്രോസസ് P1 ആണ്. ഓക്കെ, P1, ദെൻ P2, ദെൻ P3. സോ P1 എത്ര ഡ്യൂറേഷനിലാണ്? ബേസ്റ്റ് ടൈം 24 ആണ്. സോ 0 തുടങ്ങി 24 വരെ P1. അത് കഴിഞ്ഞിട്ട് P2 എത്ര യൂണിറ്റ് ആണ്? 3 യൂണിറ്റ് ആണ്. സോ 24 പ്ലസ് 3, 27. ഓക്കെ, അതാണ് ഇവിടെ 27 വന്നത്. ഓക്കെ, 24 ആയിരുന്നു നേരത്തെ വരെ ചെയ്തതിന്റെ ടൈം. അതിന്റെ കൂടെ 3 യൂണിറ്റും കൂടെ ആര് വർക്ക് ചെയ്തു? P2 വർക്ക് ചെയ്തു. സോ 27. ദെൻ നെക്സ്റ്റ് P3 വർക്ക് ചെയ്യും. P3ക്കും എന്താണ് ബേസ്റ്റ് ടൈം? എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈം എത്രയാ? 3 ആണ്. സോ 27 ആയിരുന്നു ഉണ്ടായത്, പ്ലസ് 3 എത്രയാണ്? 30. ഓക്കെ, സോ ഫിനിഷ് ചെയ്ത്. ഇനി ആരും വർക്ക് ചെയ്യാനില്ല. ഗാണ്ട് ചാർട്ട് കംപ്ലീറ്റഡ്. ഓക്കെ, ഗാണ്ട് ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദിസ് ടേബിൾ. ഓക്കെ, ഈ ടേബിൾ വരച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആൻഡ് ആവറേജ് വെയിറ്റിംഗ് ടൈം ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക.
You have to find out average turnaround time and average waiting time. Okay, so നോക്കൂ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കംപ്ലീഷൻ ടൈം. നോക്കൂ P1 എവിടെയാ ഫിനിഷ് ചെയ്തത് 24-ല്, P2 എവിടെയാ ഫിനിഷ് ചെയ്തത് 27, ദാറ്റ് ഇസ് ദ കംപ്ലീഷൻ ടൈം. P3 എവിടെയാണ് ഫിനിഷ് ചെയ്തത് 30-ല്. ഓക്കെ, ഇറ്റ് ഈസ് ദ കംപ്ലീഷൻ ടൈം. ഞാൻ പറഞ്ഞല്ലോ കംപ്ലീഷൻ ടൈം നമുക്ക് ഗാന്റ് ചാർട്ട് എന്നാണ് കിട്ടുക. ഇവിടെ എഴുതുന്ന ആ ഒരു ടൈമാണ് എന്ത് കംപ്ലീഷൻ ടൈം പറയുന്നത്. ഓക്കെ, അപ്പോൾ P1 കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ് 24, ദെൻ P2 ആണെങ്കിൽ 27, P3 ആണെങ്കിൽ 30. ഇറ്റ് ഈസ് ദ കംപ്ലീഷൻ ടൈം. ഓക്കെ, ദെൻ ടേൺ അറൗണ്ട് ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. അറൈവൽ ടൈം 0 ആണ്. സോ കംപ്ലീഷൻ ടൈം മൈനസ് 0 മീൻസ് 24, 27, 30 തന്നെ. ഓക്കെ, അറൈവൽ ടൈം ഈ കേസിൽ 0 ആണ്. ദെൻ വെയിറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ 24 മൈനസ് P1ന്റെ ബേസ്റ്റ് എത്രയാണ്? 24 തന്നെ. സോ മൈനസ് ചെയ്യുമ്പം 0. നെക്സ്റ്റ് 27 മൈനസ് 3, P2ന്റെ 3 ആണ്. സോ 24. നെക്സ്റ്റ് 30 മൈനസ് 3, 27. ഇതാണ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, ഇനി ഇതിന്റെ ആവറേജ് എടുക്കണം. ആവറേജ് എങ്ങനെ എടുക്കുക? ഇതിന്റെ ടോട്ടൽ കാണുക. TATയിലെ ടോട്ടൽ 24 പ്ലസ് 27 പ്ലസ് 30 ചെയ്യുക ആൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്. എത്ര നമ്പർ ഓഫ് പ്രോസസ് ആണ്? 3 ആണ്. സോ ഡിവൈഡഡ് ബൈ 3, യു വിൽ ഗെറ്റ് ദ ആൻസർ അറ്റ് 27 മില്ലി സെക്കൻഡോ എന്തെങ്കിലും കിട്ടും. ഓക്കെ, വാട്ട് എവർ ദ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ യൂണിറ്റ് വെച്ചിട്ട്. ദെൻ വെയിറ്റിംഗ് ടൈം 0 പ്ലസ് 24 പ്ലസ് 27 ബൈ 3, ദാറ്റ് ഇസ് 17. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് എന്ത്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, യു വിൽ ബി ഗിവൺ എ ടേബിൾ ലൈക്ക് ദിസ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആൻഡ് ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് ദ പ്രോസസ്. ഓക്കെ, അവർ ഇറ്റ് വിൽ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും? അൽഗോരിതം സ്പെസിഫൈ ചെയ്യും. യൂസിങ് FCFS അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് തരും. സോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഈ ഗാന്റ് ചാർട്ട് വരക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. ബാക്കിയൊക്കെ ടേബിളിൽ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് കംപ്ലീഷൻ ടൈം. ഈ 24, 27, 30 അതാണ് നമുക്ക് കംപ്ലീഷൻ ടൈം ആയിട്ട് കിട്ടുക. ക്വസ്റ്റ്യനിൽ ആവറേജ് ടൈം ആൻഡ് ബേസ്റ്റ് ടൈം വിൽ ബി ഗിവൺ. ഓക്കെ, ആവറേജ് അല്ല, അറൈവൽ ടൈം ആൻഡ് ബേസ്റ്റ് ടൈം. അറൈവൽ ടൈം തന്നില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി 0. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ തന്ന ഓർഡർ തന്നെ എന്ത് ചെയ്യുക? ഗാന്റ് ചാർട്ടിൽ വരക്കുക. ബട്ട് ആഡ് ചെയ്ത് പോണ്ടി വരും. കാരണം ഇവരെ ബേസ്റ്റ് 24 ടൈം എടുത്ത് വർക്ക് ചെയ്യാൻ അടുത്ത 3 ടൈമും കൂടെ എടുക്കണം. സോ 27 പിന്നെ ഒരു 3 ടൈം 30, അങ്ങനെ ആഡ് ചെയ്ത് പോണ്ടി വരും. എന്നിട്ട് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും ഞാൻ പറഞ്ഞു നമുക്ക് ഇക്വേഷൻ ഉണ്ട്. യൂസ് ദ ഇക്വേഷൻ. കംപ്ലീഷൻ ടൈം നമുക്ക് കിട്ടുമല്ലോ, ദെൻ യൂസ് ദ ഇക്വേഷൻ. ഓക്കെ, ഫ്രം ദാറ്റ് ഫൈൻഡ് ദ ആവറേജ് ടേൺ അറൗണ്ട് ആൻഡ് വെയിറ്റിംഗ് ടൈം. ഇത് ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്തേ ബോയ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അറ്റ് ദ ടൈം യു ക്യാൻ ആസ്ക്. ഓക്കെ, അറ്റൻഡൻസ്. ആശിഷ്, അഭിനവ്, അഭിഷേക്, Present. ആദിത്യ, ഐശ്വര്യ, അഖിൽ CV, അഖിൽ K, അമൽ, അമിന, അനൈന, അനിരുദ്ധ്, അഞ്ജിത, അനൂജ, അനുപമ, ആരോമൽ, അർപ്പിത്, അരുൺദത്ത്, അശ്വിൻ, absent. Present. Okay, Fasna, Fatima, Hrdul, Jarish, Khadija, Shirin,
Likith, Mariam Liana, Mithun, Nasif, Rasi, Minhaj, Nihal, Nihal absent, Sali, Shafiq, Nabil, Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Rishwin, Ritik, Rohit, Safil, Sankirtana, absent, Sarang, Sejal, Sevin, Shabin, Sishaj, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish, Amal. Okay, so absent is Nihal and Anish. Nihal, okay, no, okay, Anish. Anish absent, okay. Okay, so thank you.